കനത്ത മഴയിൽ വെള്ളം കയറി കീഴൂർ ചാവശ്ശേരി കൃഷിഭവനിൽ നാശനഷ്ടം. ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് വെള്ളം കയറിയത്. ഇരിട്ടി നഗരസഭയിലെ 21 മൈൽ നടുവനാട് റോഡിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനിലാണ് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വെള്ളം കയറിയത്. നവീകരണത്തിന്റെ ഭാഗമായി ഷീറ്റ് സ്ഥാപിക്കുന്നതിനായി കൃഷിഭവന്റെ മേൽക്കൂരയുടെ ആസ്ബറ്റോസ് നീക്കം ചെയ്തിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത്. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴയിൽ കൃഷിഭവന്റെ 2ാം നിലയിൽ വെള്ളം തളം കെട്ടിക്കിടക്കുകയായിരുന്നു. മേൽക്കൂരയ്ക്ക് സ്ഥാപിച്ച സീലിംഗ് അടക്കം നശിച്ചു. വിവരമറിഞ്ഞെത്തിയ ഇരിട്ടി നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാജൻ, കൃഷി ഓഫീസർ KR ജിതിൻ, സുരേഷ് ബാബു, അമൽ, വിമൽരാജ് എന്നിവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് കൃഷിഭവന് 2ാം നിലയിൽ സൂക്ഷിച്ച ഫയലുകളും മറ്റുപകരണങ്ങളും താഴത്തെ നിലയിലേക്ക് മാറ്റി. 3 മണിക്കൂറോളം സമയമെടുത്താണ് ഫയലുകളും മറ്റും മാറ്റിയത്. ഇന്ന് രാവിലെ മുതൽ കീഴൂർ ചാവശ്ശേരി കൃഷിഭവന്റെ മേലത്തെ മുറിയുടെ റൂഫിംഗ് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് പണികൾ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മേൽക്കൂര ഇതിലുണ്ടായിരുന്ന ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അപ്രതീക്ഷിതമായി വളരെ ശക്തമായൊരു മഴ, ഏതാണ്ട് 5 മണിക്ക് ശേഷം മഴ പെയ്തത്. ഈ മഴയിൽ അപ്രതീക്ഷിതമായി പെയ്ത മഴയായതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് താൽക്കാലികമായി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ ശക്തമായ മഴ പെയ്തതുകൊണ്ട് വളരെയധികം വെള്ളം കൃഷിഭവന്റെ 2ാം നിലയുടെ മുകളിലേക്ക് കയറുകയുണ്ടായി. മഴയെ തുടർന്ന് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടതിനാൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് 2ാം നിലയിൽ കെട്ടിക്കിടന്ന വെള്ളം നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.